അൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അൻസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് രണ്ട് ഫാക്ടേഴ്സ്. ആദ്യം ഒരാളുടെ മൈക്ക് ഒരു ഇച്ചിരി പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഈ അൻസൈറ്റി എന്ന് പറയുന്ന സംഭവവും ഫിയർ എന്ന് പറയുന്നതിനെയും എന്താണ് ഒരേ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതങ്ങനെയല്ല എന്നുള്ളതാണ് സൈക്കോളജിയുടെ വശം. നമ്മുടെ എല്ലാ പേടികളും അൻസൈറ്റിയും ഒക്കെയും ഒരൊറ്റ വാക്കിലാണ് നമ്മൾ പൊതുവെ പറഞ്ഞു നിർത്തുന്നത്. എന്നാൽ പേടിയെക്കുറിച്ച് പറയുന്നത് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ ബിഹേവിയർ റെസ്പോൺസ് ടു എ റെക്കഗ്നൈസ്ഡ് എക്സ്റ്റേണൽ ത്രെറ്റാണ് ഫിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്കൊരു ഫിയർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് റെസ്പോൺസുകളാണ് സാധാരണ രീതിയിൽ മനുഷ്യർക്കുണ്ടാകുന്നത്. ഫിയർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ ഒന്നുകിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യും. സോ ദ റെസ്പോൺസസ് ആർ കോൾഡ്. ഞാൻ പറഞ്ഞ ആ പോയിന്റ് ക്ലിയർ ആണോ? കേട്ടില്ല. നമുക്ക് പേടി ഉണ്ടാകുമ്പോൾ മനുഷ്യർ എടുക്കുന്ന രണ്ട്, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സ്വാഭാവികമായിട്ട് പേടി ഉണ്ടാകുന്ന സമയത്ത് എല്ലാ മനുഷ്യരും എടുക്കുന്ന രണ്ട് റെസ്പോൺസുകൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഫൈറ്റ് ചെയ്യും ചില വസ്തുതകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഫൈറ്റ് ഓർ ഫ്ലീ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഇനി ചില മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസൈറ്റോ അല്ലെങ്കിൽ മെന്റൽ ഫ്രെയിമോ ഇല്ലാത്ത വ്യക്തികൾക്ക് സംഭവിക്കുന്നതാണ്. അവര് ഇങ്ങനെയുള്ള ഫിയർ ഉണ്ടാകുമ്പോൾ നമ്മായി പോകും. അപ്പൊ ഈ നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീസിങ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം സാധാരണ മനുഷ്യരെടുക്കുന്ന 3 റെസ്പോൺസുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്നുകിൽ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവരതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും, അതല്ലെങ്കിൽ അവരെന്താണ്, അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനിയും ചില ആൾക്കാർ നമ്മായി പോവും, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് പോകും. അപ്പം ഇതാണ് മനുഷ്യർക്ക് പേടിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെടുക്കുന്ന റെസ്പോൺസുകൾ. ഉദാഹരണത്തിന് നമ്മളൊരു 2-3 പേര് ഇപ്പം പേര് പറയുകയാണെങ്കിൽ, ഞാനും സോണിയ മാമും മേരി മാമും നടന്നു പോവുകയാണ്. ഒരു പട്ടി നമ്മളെ കടിക്കാനായിട്ട് ഓടി വരുന്നു. സോണിയ എന്ത് ചെയ്യും? പെട്ടെന്ന് പറഞ്ഞോ. ഓക്കെ, എന്ത് ചെയ്യും? നമ്മൾ ഒരാളെ ചിലപ്പോൾ ഓടി രക്ഷപ്പെടും, ചില ആൾക്കാര് അതിനെ ഫൈറ്റ് ചെയ്യും, അല്ലേ? അപ്പം മനുഷ്യരെടുക്കുന്ന റെസ്പോൺസുകൾ ഇതാ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ പട്ടികളെ ഓടിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. ഒരാള് ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാള് ഫ്ലീ ചെയ്യുന്നു. സോണിയുടെ മൈക്ക് ഓൺ ആണ് കേട്ടോ. ഒരാള് ഫ്ലീ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാള് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ അൻസൈറ്റി ഉണ്ടാകുമ്പോൾ ഒരിക്കലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലി ഉണ്ടാകത്തില്ല. സോ സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലത്, മറിച്ച് അൻസൈറ്റിയിൽ അവർക്കുണ്ടാകുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഫീലിംഗ് ആണ്. അൻസൈറ്റി ഈസ് ആൻ അൺപ്ലസന്റ് ഇമോഷണൽ സ്റ്റേറ്റ് ദാറ്റ് ഹാസ് എ ലെസ് ക്ലിയർ സോഴ്സ്. ഒരു സോഴ്സ് അല്ലെങ്കിൽ ആ സ്റ്റിമുലസ് എന്ന് പറയുന്ന ആ ഒരു വസ്തുത ഇല്ലാതെ തന്നെ, നിർബന്ധമൊന്നുമല്ല. അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ആകുലതകൾ ഉണ്ടാകുന്നതിനെ നമ്മൾ അൻസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഒരു സാധാരണ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സാധാരണ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന 2 ടേമുകളാണ് ഫിയർ, എനിക്ക് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ആകുലതയാണ്. ഒരു ഇന്റർചേഞ്ചബിൾ ടേമായിട്ടാണ് നമ്മൾ അൻസൈറ്റിയും ഫിയറിനെയും കാണുന്നത്. എന്നാൽ രണ്ടും 2 വസ്തുതയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഫിയറിനെ കുറിച്ചല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് അൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. സോ അൻസൈറ്റി ഈസ് ഓഫൺ അക്കമ്പനിഡ് ബൈ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് സിമിലർ ടു ദോസ് കോസ്ഡ് ബൈ ഫിയർ. എന്നാൽ ഈ ഫിയറിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരാൾക്കൊരു ഫിയർ ഉണ്ടാകുമ്പോൾ അനാട്ടമിക്കൽ ചേഞ്ചുകളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തത്തുല്യമായിട്ടുള്ള ഒരു അനാട്ടമിക്കൽ ചേഞ്ചുകൾ അൻസൈറ്റിയിലും സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് ദീസ് സിമിലാരിറ്റി പീപ്പിൾ ഓഫൻ യൂസ് ദം
anxiety and fear interchangeably. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. അവിടെ എപ്പോഴും ഒരു സ്റ്റിമുലസ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സ്റ്റിമുലി ഉണ്ടാകും. എന്നാൽ അൻസൈറ്റിയിൽ ഒരിക്കലും നിർബന്ധമല്ല ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അത് അവരുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആകാം, അല്ലെങ്കിൽ അതുമായിട്ട് പറ്റുന്ന ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ സ്വാഭാവികമായിട്ടും അവന് 10ൽ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ അത് ജയിക്കാനായിട്ടുള്ള പരീക്ഷ അടുത്ത് വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു പേടി കണക്ക് തോന്നും. നമ്മൾ അതിനെ പറയുന്നത് പേടിയെന്നാണ്. പക്ഷെ അത് പേടിയല്ല, മറിച്ച് അത് അൻസൈറ്റിയാണ്. ആ അൻസൈറ്റി ഉണ്ടാകുമ്പോൾ അത് അവനെ സഹായിക്കും. സോ അതിനെ നമ്മളൊരു സ്ട്രെസ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേര് യൂസ്ട്രെസ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അത്രയും പോയിന്റുകൾ ക്ലിയർ ആണോ? യൂസ്ട്രെസ്. സോ ആ പോസിറ്റീവ് സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂസ്ട്രെസ്. എന്നാൽ വളരെ നെഗറ്റീവായിട്ട് അവൻ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല, ആള് 5ലോ 6ലോ പഠിക്കുന്നു, ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ 10ലെത്തുന്നത്. ഈ 10ാം ക്ലാസ്സിനെ ഓർത്ത് ഇപ്പോഴേ ആകുലപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രെസ്. അപ്പം ചില ആൾക്കാർക്ക് ഈ അൻസൈറ്റി ഈ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ ആ പറഞ്ഞ പോയിന്റുകൾ അത്യാവശ്യം ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അൻസൈറ്റി ഈസ് എ റെസ്പോൺസ് ടു സ്ട്രെസ്. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നതാണ് ഈ അൻസൈറ്റി എന്ന് പറയുന്നത്. സച്ച് ആസ് ബ്രേക്കപ്പ് ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഓർ എക്സ്പോഷർ ടു ലൈഫ് ത്രെറ്റനിങ് ഡിസാസ്റ്റർ. ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴോ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. ആ സ്ട്രെസ്സിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ആ വസ്തുതയാണ് നമ്മൾ അൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പം അൻസൈറ്റി ക്യാൻ റൈസ് സഡൻലി ഓർ ഗ്രാജുവലി ഓവർ മിനിറ്റ്സ്, അവേഴ്സ് ഓർ ഡേയ്സ്. സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് ഈ അൻസൈറ്റി പെട്ടെന്നാണ് അത് ഉണ്ടാകുന്നത്. അത് ചിലപ്പം പയ്യെ വളർന്നു വന്നേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു മിനിറ്റ്സിനകത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ അവേഴ്സ് എടുക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡേയ്സ് എടുക്കാം. ദി അൻസൈറ്റി itself can last for any length of time from a few seconds to years. ചില ആൾക്കാർക്ക് ഇത് ചില സെക്കൻഡ് ഉണ്ടാകത്തുള്ളൂ, ചില ആൾക്കാർക്ക് അത് ലോങ് ഡ്യൂറേഷനിലായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അൻസൈറ്റിയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. When anxiety appropriate times or it's intense and long lasting that interferes with the personal normal activity, then is it properly considered as disorder. ഒരാൾക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലോ അമിതമായിട്ടുള്ള ആകുലതകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാനസിക രോഗഗണത്തിലെ അൻസൈറ്റി എന്ന് പറയുന്നത്. അൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമാണ്. അൻസൈറ്റി ഡിസോർഡർ ക്യാൻ ബി സോ ഡിസ്ട്രസിങ്. സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അൻസൈറ്റി. അതുകൊണ്ട് അവർക്ക് ഡിപ്രഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ അൻസൈറ്റിയിൽ തന്നെ നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അൻസൈറ്റിയിൽ നിന്ന് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു രോഗം കൂടിയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് അമിതമായിട്ട് ഇങ്ങനെ അൻസൈറ്റി ഉണ്ടായി അത് ഡിപ്രഷനിലേക്ക് പോകാം. സോ പീപ്പിൾ ഹാവ് അൻസൈറ്റി ഡിസോർഡർ ആൻഡ് ഡിപ്രഷൻ അറ്റ് ദ സെയിം ടൈം. സാധാരണ രീതിയിൽ മനുഷ്യർക്ക് ഡിപ്രഷനും അൻസൈറ്റിയും ഒരേപോലെ കാണാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. അത് ഡെവലപ്പ് ഡിപ്രഷൻ ഫസ്റ്റ് ആൻഡ് അൻസൈറ്റി ഡിസോർഡർ ലേറ്റർ. ചില ആൾക്കാർ ഡിപ്രഷൻ ആദ്യം ഡെവലപ്പ് ചെയ്യും, കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും പിന്നീട് അൻസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ച് കിടക്കുന്ന ഒരു രോഗമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്നാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇത് എൻ്റെ ഡിഫറെൻറ്റ് ചാപ്റ്റർ ആണ്. ചില ആൾക്കാരിൽ ഈ രീതിയിലായിരിക്കും അത് ഉണ്ടാകുന്നത്. അപ്പം ഇതിനെ നമ്മൾ അസസ് ചെയ്തെടുക്കുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് അൻസൈറ്റി ഉണ്ടാകുന്ന അതോടൊപ്പം തന്നെ ഡിപ്രഷനും ഉണ്ടാകുകയാണെങ്കിൽ അത് ഒരു കൊമോർബിഡിറ്റിയാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഏതാണോ അവർക്ക് പ്രിവലന്റ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് മറ്റേത് കുറയ്ക്കാനായിട്ട് രണ്ടിനും ട്രീറ്റ്മെന്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അപ്പം ഇതാണ് അൻസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. അൻസൈറ്റി ഡിസോർഡർ ഇൻക്ലൂഡ് ഡിസോർഡേഴ്സ് ദാറ്റ് ഷെയർ ഫീച്ചേഴ്സ് ഓഫ് എക്സസീവ് ഫീവർ. അമിതമായിട്ടുള്ള പേടിയും അൻസൈറ്റിയും റിലേറ്റഡ് ബിഹേവിയർ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു കൂട്ടം രോഗങ്ങളെയാണ് നമ്മൾ അൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഫിയറിനകത്ത് എപ്പോഴും ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ട്, റിയൽ ഓർ പെർസീവ്ഡ്. അവർ ചിന്തിച്ച് കാണുന്നതോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റുമിലിയോ ഉള്ളതിനെയാണ് നമ്മൾ ഇമ്മനന്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റ് ഉള്ളത് അത് ഫിയർ എന്ന് പറയുന്ന. വേറാസ് അൻസൈറ്റി ഈസ് ആന്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ത്രെറ്റ്. എന്തെങ്കിലും എനിക്ക് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് ഒരാൾക്ക് ആകുലത ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അൻസൈറ്റി എന്ന് പറയുന്നത്.
അപ്പം ഞാനത് പറഞ്ഞാണ് ഫൈറ്റും ഫ്ലൈറ്റും റെസ്പോൺസുകളായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്നത്, മനുഷ്യരെടുക്കുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് നേരത്തെ DSM-4-നകത്തൊക്കെയും ഇന്റഗ്രേറ്റ് ചെയ്ത് അവർ പറഞ്ഞത് പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അത് ഒരു രോഗമായിട്ടായിരുന്നു നേരത്തെ അതിനെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴ് പാനിക് അറ്റാക്ക് ഈസ് കൺസിഡർ ആസ് എ സ്പെസിഫയർ. ചില ആൻസൈറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് ഈ ആൻസൈറ്റി, ഈ പാനിക് അറ്റാക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പം ആ രീതിയിൽ ഒരു സ്പെസിഫയർ ആയിട്ടാണ് DSM-5 ആൻസൈറ്റി ഡിസോർഡറിനെ കാണുന്നത്. ആ ഒരു പോയിന്റ് വ്യക്തമാണോ? ഒന്നുകൂടി പറയൂ സർ. ആൻസൈറ്റി ഡിസോർഡറിനകത്ത് ഇപ്പോഴത്തെ ചാപ്റ്റർ, അതായത് DSM-5-നകത്ത് ആൻസൈറ്റി ഡിസോർഡറിന്റെ ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണ് ഈ പാനിക് അറ്റാക്കിനെ കാണുന്നത്. എന്നാൽ നിങ്ങൾ DSM-4 ഇതിന് മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു രോഗമായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോഴതൊരു രോഗമല്ല, മറിച്ച് എല്ലാ രോഗത്തിലും ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്പെസിഫയർ ആയിട്ടാണ് പാനിക് അറ്റാക്കിനെ കാണുന്നത്. ക്ലിയർ ആണോ സാറേ? ഒരു സിംറ്റം ആയിട്ട് കണക്കാക്കാം നമുക്ക്, അല്ലേ? ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട്, സിംറ്റം എന്നുള്ളതിൽ ഒരു ഫാക്ടർ ആയിട്ട് ഏതെങ്കിലും എല്ലാ രോഗത്തിലും, ഇപ്പൊ ഉദാഹരണത്തിന് PTSD എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അവർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകാം എന്നുള്ളതാണ് ഒരു സ്പെസിഫൈ ഫാക്ടർ. പക്ഷെ നേരത്തെ ഇത് പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് അതിന്റെ ക്ലസ്റ്റേഴ്സ് കൊടുത്തിരുന്നു, ഓരോ സിംറ്റംസ് കൊടുത്തിരുന്നു. ഇപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. So panic attacks are not limited to anxiety disorder, but rather can be seen in another mental disorders as well. അപ്പം അവർ പറയുന്നത് എന്താണ്, ഈ പാനിക് അറ്റാക്ക് ഈ അൻസൈറ്റി ഡിസോർഡറിൽ മാത്രമല്ല മറ്റുള്ള അവസ്ഥകൾ ഉള്ളത് കൊണ്ടും ചില ആൾക്കാർ മറ്റുള്ള ഡിസോർഡേഴ്സിനകത്തും ഇത് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. So it is considered as a specifier. The anxiety disorder differ from one another in type of objects or situation that induce fear, anxiety or avoidance behavior and associated cognitive ideation. അപ്പൊ ഈ അൻസൈറ്റി ഡിസോർഡറിനകത്ത് നമ്മൾ എന്താണ്, ഇതിനകത്ത് ഇഷ്ടംപോലെ രോഗങ്ങളുണ്ട്. ഇത് ഡിഫർ ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ അവിടെ പേടി ഉണ്ടാക്കുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ അവർ അൻസൈറ്റി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളുടെ അവോയ്ഡൻസ് ഓഫ് ബിഹേവിയർ ഈ രോഗം ഉണ്ടാക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഓരോ രോഗത്തെയും ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. Thus, the anxiety disorder tend to be highly comorbid with each other. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോ രോഗങ്ങൾ പറയും. ആ ഒന്നാമത്തെ രോഗത്തിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ രണ്ടാമത്തെ രോഗത്തിന്റെ സിംറ്റവും അവർ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു രോഗത്തിന്റെ സിംറ്റത്തിനകത്തും ഇത് കാണിക്കാനായിട്ടുള്ള സാധ്യത, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കൊമോർബിഡിറ്റി ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. They can be differentiated by close examination of the types of situation that are feared or avoided and content of the associate thoughts and beliefs. അവർ ചിന്തിക്കുന്നതിനനുസരിച്ചും അവർ വിശ്വാസത്തിനനുസരിച്ചും ഒക്കെ ഇത് അതിന്റെ കൊമോർബിഡിറ്റി ക്രൈറ്റീരിയകൾ മാറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹൗ അൻസൈറ്റി അഫക്ട്സ് പെർഫോമൻസ്, എങ്ങനെയാണ് ഒരാളുടെ പെർഫോമൻസിനെ ഈ അൻസൈറ്റി അഫക്ട് ചെയ്യുന്നത്. Anxiety disorders are the most common type of psychiatric disorder. ഇഷ്ടംപോലെ ആൾക്കാരിൽ ഈ അൻസൈറ്റി ഡിസോർഡർ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. The diagnosis of anxiety disorder is based on largely on its symptom. ഓരോ സിംറ്റംസും മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മളതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്, അതിനെ ക്ലസ്റ്റർ ചെയ്യുന്നത്. Symptom identical to those of anxiety disorder can be caused by a medical condition. ചില ആൾക്കാർക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടും ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം പ്രത്യേകിച്ചും ഈ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻസിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കൊക്കൈൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട്. അപ്പം അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ ആൾക്കാരിൽ ഈ അൻസൈറ്റി ഡിസോർഡർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതിന് നമ്മൾ പ്രത്യേകമായിട്ടും തരംതിരിച്ച് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എ ഫാമിലി ഹിസ്റ്ററി ഓഫ് അൻസൈറ്റി ഡിസോർഡർ മേ ഹെൽപ്പ് ദ ഡോക്ടർ മേക്ക് ആൻ ഡയഗ്നോസിസ്. ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഈ അൻസൈറ്റി ഡിസോർഡർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അത്രയും മതിയാകും.
പിന്നെ നമുക്കിനി രോഗാവസ്ഥയിലേക്ക് പോവുകയാണ്. ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാരണം എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല ലാപ്ടോപ്പിനകത്ത്, മൊബൈലിനകത്ത്. ഓക്കെ, അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. ഏകദേശം 9 രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററിനെ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് സപ്രഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ. ചില കുട്ടികൾക്ക് സെലക്റ്റീവ് മ്യൂട്ടിസം, അല്ല അത് മുതിർന്നവരിലും ഒക്കെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പം അവർ മ്യൂട്ടായി പോകുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്. ഇനിയും ചില ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫോബിയ, ഏതെങ്കിലും ഉയരങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫോബിക് റിയാക്ഷൻ ഉണ്ടാകുക, അവിടെ ആൻസൈറ്റി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥകൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന മറ്റൊരു രോഗമുണ്ട്. അത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോഷ്യൽ ആക്ടിവിറ്റിയിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇനി ചില ആൾക്കാർക്ക് പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാം. പാനിക് അറ്റാക്ക് സ്പെസിഫയർ നമ്മൾ പറഞ്ഞു, പാനിക് അറ്റാക്കിന്റെ സ്പെസിഫയർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഗ്രഫോബിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാം, അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും അവർക്ക് ആൻസൈറ്റി ഉണ്ടാകുന്നതാണ് നമ്മൾ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സബ്സ്റ്റൻസ് മെഡിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരിലും ആൻസൈറ്റി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ 9 രീതിയിലാണ് ആ ഒരു ചാപ്റ്ററിനകത്ത് അവർ ഈ ആൻസൈറ്റി ഡിസോർഡറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത്രയും പോയിന്റ് ക്ലിയർ ആണോ? യെസ് ഫാദർ. ഓക്കെ, ഒന്നാമത്തെ രോഗം സപ്രഷൻ ആൻസൈറ്റി ഡിസോർഡർ. അപ്പം ഇത് സാധാരണ രീതിയിൽ കുട്ടികളിലാണ് പൊതുവെ കണ്ടുവരുന്നത്. The individual with a suppression anxiety disorder is fearful or anxious about a separation from attachment figure to the degree that is developmentally inappropriate. ആൾക്ക് പ്രായമൊക്കെയും കഴിഞ്ഞ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഏജിൽ എത്തിയിട്ട് പോലും ഇവർക്ക് എന്താണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനെയാണ്, പേടിയിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ സപ്രഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പം ദ ഇൻഡിവിജ്വൽ വിത്ത് ഒരു വ്യക്തി അവരിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ആകുലപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ ആൻസൈറ്റി ഡിസോർഡർ കാണുന്നത്. There is persistent fear or anxiety about harm coming to the attachment figure. ഇവർ ആരിലാണോ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന വ്യക്തി, ഇപ്പം ചില ആൾക്കാർ അമ്മയിലായിരിക്കും, അമ്മയിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഇവർ വെറുതെ ഇങ്ങനെ ആകുലപ്പെട്ട് ആ അറ്റാച്ച്മെന്റ് ഫിഗറിൽ നിന്ന് അവർക്ക് മാറാനായിട്ട് പറ്റാത്തതിനെയാണ് നമ്മൾ സപ്രഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്.